നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണേ. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ മെഡിറ്റേഷൻ യാത്രകൾ വനയാത്രകളാണ് കൂടുതലും. അപ്പോൾ ഈ വനയാത്രയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യങ്ങൾ. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇന്നലെ രാത്രി ഇട്ട ആനയുടെ പിണ്ടമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ലൊരു സ്ഥലത്താണ്, അച്ചൻകോവിൽ റൂട്ടിൽ കച്ചറ അപ്പപ്പൻകാവിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ആനകൾ ഇറങ്ങി വരുന്നൊരു വഴിത്തരയാണ്. നമ്മൾ ഈ ആനകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ആന നമ്മുടെ ഇക്കോ സിസ്റ്റം, വനത്തിൻ്റെ ഇക്കോ സിസ്റ്റം നിലനിർത്തുന്നത് ആനകളാണ്. ഈ ആനപ്പിണ്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആനകൾ കഴിക്കുന്നതിൽ ഒരു 75% ദഹനത്തിലേക്ക് പോകുന്നത്. ബാക്കിയൊക്കെ 25% വിത്തുകളായാലും എന്ത് കായ്കളായാലും ചെറിയ അരിമണികൾ പോലും ദഹിക്കാതെ കിടക്കും. അപ്പോൾ ഈ ആനകളുടെ പിണ്ടത്തിൽ നിന്നും ചില ജൈവ വൈവിധ്യങ്ങളുണ്ട്. അതായത് ഈ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതുണ്ടല്ലേ, ഈ പിണ്ടം ഇപ്പം നിറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇട്ടുപോയ വഴി ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന എല്ലാ വിത്തുകളും മഴ സമയത്ത് മുളച്ച് വൻമരമാകും. ചിലത് പുല്ലായിരിക്കും, ചിലത് ചെറിയ മരങ്ങളായിരിക്കും, കാട്ടുചെടികളായിരിക്കും, വള്ളിച്ചെടികളായിരിക്കും. അപ്പോൾ പിന്നീട് വരുന്ന മാനുകളും മ്ലാവുകളും കാട്ടുപോത്തുകളും എല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ്, ഈ കിളിച്ചു വരുന്നതിനെ ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ വനത്തിലെ ഇക്കോസിസ്റ്റം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനമുള്ള ഒന്ന് ആനകളാണ്. ആനകളുടെ പിണ്ടത്തിൽ നിന്നുണ്ടാകുന്ന ചെടികളും വള്ളികളും പുല്ലുകളും ഒക്കെയാണ് മത്സ്യഭുക്കുകളായ മൃഗങ്ങൾക്കുമൊക്കെ പ്രയോജനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആനകളെ നമ്മുടെ ഇക്കോസിസ്റ്റത്തിന്റെ പ്രധാന ഘടകമായി കാട്ടാനകളെ നമ്മൾ കാണുന്നത്. പങ്കാളിയാണ് നമ്മുടെ ഈ ജൈവ വൈവിധ്യങ്ങൾ നിലനിർത്തുന്നതിൽ. പലർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. അതുപോലെ തന്നെ പറങ്ങേണ്ടി കടിച്ചാൽ പറങ്കിമാങ്ങ ദഹിച്ചു പോകുകയും പറങ്ങേണ്ടിയും കാണും, അത് വീണ്ടും മുളച്ച് പറങ്കിമാങ്ങ മാറും. ചക്കക്കുരു കടിച്ചാലും അങ്ങനെ തന്നെ. അങ്ങനെ എന്താണ് ആന കഴിക്കുന്നോ അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ആന കഴിക്കുന്ന പല വിത്തുകളും മുളച്ച് നമ്മുടെ മറ്റുള്ള മൃഗങ്ങൾക്ക് ഭക്ഷ്യമായി മാറുന്നതാണ്. അപ്പോൾ ഇക്കോ സിസ്റ്റത്തിൽ, വനത്തിൽ ആനകൾ ഇതിൽ പ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ആനകൾ.